കുറേ വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് എന്തിനാണെന്നറിയാവോ ദേണ്ട് നമ്മുടെ ചുമന്ന ചീര അങ്ങോട്ട് കടുവറുക്കാനാണ് കേട്ടോ. തേങ്ങയും മാങ്ങയും ഒന്നും വേണ്ട. അങ്ങനെ ചീര കഴുകി അരിഞ്ഞ് അങ്ങോട്ട് വെച്ച് വറ്റൽമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് കഷ്ണിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചീര എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന പച്ചക്കറി കടയിലെ ആ ഒരു ബംഗാളി കുച്ചിട്ടുണ്ട്. അതിന് ഓണത്തിന് ഞാൻ സദ്യ കൊടുത്തതാണ് ഫ്രീ ആയിട്ട്. നമ്മുടെ കടയിൽ വന്ന് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പറഞ്ഞാണ് ഫ്രീ ആയിട്ടൊന്നും വേണ്ട, പൈസ എടുത്താൽ പറഞ്ഞ് വേണ്ട, ഇത് എൻ്റെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞ് പാവ എനിക്ക് ഒരു പിടി ചീര എടുത്ത് തന്നെയാണ് കേട്ടോ. എണ്ണ ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് അങ്ങോട്ട് മൂപ്പിച്ചേട്ടാ. പിന്നെ നമ്മളെ ചീരയെല്ലാം കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ചെറിയ തീയിലൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഒരു അത്താഴത്തിന് ഇതാണ് തണുത്ത ചോറും ചൂട് ചീരയും പിന്നെ തക്കാളിപ്പഴവും പച്ചമുളകും കൂടെ അരച്ചിട്ട് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കായും കൂടി ഇട്ട് എല്ലാം കൂടെ ഇളക്കി അങ്ങോട്ട് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ.